ഏറ്റവും അള്ളാഹുവിനോടൊരടിമ അടുക്കുന്ന ആ അവസരം, റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ തന്റെ വിനയം പ്രകടിപ്പിക്കുന്ന ആ ഒരു രൂപം, ആ അവസരത്തിൽ അള്ളാഹുവിനോട് കൂടുതൽ ദുആ ചെയ്യുവാൻ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ ദുആകളുണ്ട്. അവിടുന്ന് തന്നെ ചൊല്ലിയ, അവിടുന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രത്യേക ദുആകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇനി പറയാൻ പോകുന്ന ഹദീസിലുള്ളത്. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയാണ് അതും ഉദ്ധരിക്കുന്നത്. ഫഅൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഫീ സുജൂദിഹി അല്ലാഹുമ്മഗ്ഫിർ ലീ ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിർറഹു. റവാഹു മുസ്ലിം. ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കാനൊക്കെ വളരെ എളുപ്പം. അറിയാത്തവരുണ്ടെങ്കിൽ മെനക്കെട്ട് പഠിക്കുക. വളരെ അർത്ഥവത്തായ കാര്യമാണ്. നമ്മുടെ എല്ലാ പാപങ്ങളെക്കുറിച്ചും എണ്ണി എണ്ണി പറയുന്ന പ്രാർത്ഥനയാണ്. പറയാനും പഠിക്കാനും അർത്ഥം ഗ്രഹിക്കാനും ഒക്കെ എളുപ്പമാണ്. എന്താ ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്? അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു, അവിടുന്ന് പറയാറ് പതിവുണ്ടായിരുന്നു, ഫീ സുജൂദിഹി, അവിടുത്തെ സുജൂദിൽ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിർറഹു. അല്ലാഹുമ്മ ഗ്ഫിർ ലീ, അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരേണമേ. ഗഫറ മറന്നു പോകരുത്. പൊറുക്കുക എന്നൊക്കെ പറയുമ്പോൾ കേവലം നമ്മുടെ മനസ്സിൽ ഒന്നും ചിന്തയില്ലാത്ത നിലക്കല്ല പറയേണ്ടത്. ഞാൻ പ്രത്യേകം എന്നെ നിങ്ങൾ ഓർമ്മപ്പെടുത്തും. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി എന്നൊക്കെയാണ് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ പിന്നെ പറയേണ്ടത് എന്താണെന്നറിയോ? ഗഫറ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വലിയ വ്യാപകമായ അർത്ഥമുണ്ട്. നമ്മളെ പാപം മറച്ചു വെക്കണം, അത് കാരണം ശിക്ഷിക്കരുത്, മൂടിവെക്കണം, ആലോകരറിയാതെ വഷളാക്കാതെ മൂടിവെക്കണം. അതാ അല്ലാഹുമ്മ ഗ്ഫിർ ലീ, അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരേണമേ, ദൻബി എൻ്റെ പാപം, കുല്ലഹു മുഴുവനും, ഒന്നൊഴിയാതെ എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണം. അപ്പം അതിലെല്ലാണ്ട് അടങ്ങി. ഇനി സെപ്പറേറ്റ് ഇങ്ങനെ പറയാണ്, നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ ഓർമ്മകൾ വരാൻ. ഇതൊക്കെയാ പറയുന്നത്. 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് ദിഖ്ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിർറഹു. കേട്ടോ, ദിഖ്ഖഹു വജില്ലഹു. എന്താണ് ദിഖ് എന്ന് പറഞ്ഞാൽ? ദിഖ് എന്ന് പറഞ്ഞാൽ വളരെ നേരിയ പാപം. ദിഖ് സൂക്ഷ്മമായത്. അപ്പൊ പാപം മുഴുവനും പുറത്തു തരണം. അതിൽ ഏറ്റവും സൂക്ഷ്മമായത്, ഏറ്റവും ചെറിയ പാപം പോലും നീ എനിക്ക് പുറത്തു തരാതെ പോകരുതേ. അതാണ് ദിഖ്ഖഹു വജില്ലഹു. ജില്ല് എന്ന് പറഞ്ഞാൽ അൽ കബീർ, വലുതും. ഏറ്റവും വലിയ പാപവും ചെറിയ പാപം. ഏറ്റവും ചെറുപാപം കൊണ്ട് തുടങ്ങുകയാണ്, ചെറുത് മുതൽ പിടിച്ച്. കാരണം എന്താണ്? ചെറുദോഷങ്ങൾ നിത്യമായി ചെയ്യുമ്പോൾ അത് വൻദോഷമാകും. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചെറുദോഷമല്ലേ, ഒരു നിസ്സാരല്ലേ എന്ന് പറഞ്ഞിട്ട് നിത്യം ഇങ്ങനെ പല തെറ്റായ കാര്യങ്ങളും ഇങ്ങനെ ജനങ്ങൾ ചെയ്യും. അത് കുറേ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? അത് വലിയ പാപത്തിലേക്ക് നമ്മളെ വഴി നടത്തും. ചെറുതോ വലുതോ എന്നുള്ളതല്ല, ആരോടാ നമ്മൾ ഈ അനുസരണക്കേട് കാണിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പം അതുകൊണ്ട് തന്നെ ചെറു ആലോചിച്ച് നോക്കണം. പണ്ഡിതന്മാർ പറയാറുണ്ട്, പിന്നെ ഈ ചെറു കല്ലുകളിൽ നിന്നാണ് ഒരു പർവ്വതം രൂപപ്പെടുന്നത്. അപ്പൊ നമ്മൾ ചെറുദോഷങ്ങളല്ലേ, അതൊരു കുഴപ്പമില്ല എന്നൊരു ലാഘവ ബുദ്ധി നമുക്കുണ്ടാവരുത്. അറിഞ്ഞുകൊണ്ട് ഇതൊന്നും ചെയ്യാതിരിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു. ഏറ്റവും സൂക്ഷ്മമായത്, ഏറ്റവും നിസ്സാരമായത്, ഏറ്റവും ചെറുതും, വജില്ലഹു ഏറ്റവും വലുതും, അതിലെ വലുതും ചെറുതും വലുതുമായ എല്ലാം പൊറുക്കണം. ഇനി കാലഘട്ടത്തെ കുറിച്ച് പറയാണ്. വഅവ്വലഹു, ആ പാപത്തിൽ നിന്ന് എൻ്റെ പക്കൽ ആദ്യം വന്നുപോയ തെറ്റ് മുതൽ, വആഖിറഹു അതിൽ അവസാനം വന്നത് വരെ, അവ്വലും ആഖിറും പൊറുത്തു തരണേ. എൻ്റെ ജീവിതത്തിൽ റഹ്മാനായ റബ്ബേ നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വീഴ്ചകൾ വന്നതിൽ ഏറ്റവും ആദ്യം എന്നിൽ വന്ന ധിക്കാരം എന്താണ്? എന്നിൽ നിന്ന് സംഭവിച്ച ആദ്യ പാപം ഏതാണെന്ന് റബ്ബേ എനിക്കറിഞ്ഞൂടാതെ നിനക്കറിയാ. ഇനി വആഖിറഹു അതിൽ ഏറ്റവും അവസാനം വന്നത് ഏതാണെന്നും എനിക്കറിഞ്ഞൂടാ. അപ്പൊ ആദ്യം ചെയ്തത്, അവസാനം ചെയ്തത്, അപ്പൊ ആദ്യാവസാനം മുഴുവൻ പെട്ടു. കേട്ടോ,
അതിൽ ആദ്യത്തേതും അവസാനത്തേതും വ അവ്വലഹു വ ആഖിറഹു. അടുത്തത് നോക്കൂ, വ അലാനിയതഹു വ സിർറഹു. ചെയ്ത സ്ഥിതിയെക്കുറിച്ച്, അവസ്ഥയെക്കുറിച്ചാണ് അടുത്ത പ്രതിപാദനം. വ അലാനിയതഹു, ആ പാപങ്ങളിൽ ഞാൻ പരസ്യമായി ചെയ്തതുണ്ടാകും. അലാനിയത്ത് എന്ന് പറഞ്ഞാൽ പരസ്യം. വ അലാനിയതഹു, അതിലെ പരസ്യമായത്. വ സിർറഹു, അതിലെ രഹസ്യമായതും. ഞാൻ രഹസ്യമായി ചെയ്ത പാപങ്ങൾ, പരസ്യമായി ചെയ്ത പാപങ്ങൾ, രഹസ്യവും പരസ്യവും എല്ലാം പൊറുക്കണമല്ല. ആദ്യത്തേതും അവസാനത്തേതും അടക്കം എല്ലാം പൊറുക്കണമല്ല. ചെറുതും വലുതുമായ എല്ലാം പൊറുക്കണയല്ല. അങ്ങനെ എൻ്റെ മുഴു ദോഷങ്ങളും പൊറുക്കണയല്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി കുല്ലഹു. അത് ആദ്യം അവിടെ പറഞ്ഞു വെച്ചു. ദിഖഹു വ ജില്ലഹു വ അവ്വലഹു വ ആഖിറഹു വ അലാനിയതഹു വ സിർറഹു. ഇതൊക്കെ ഫർള് നിസ്കാരത്തിൽ നമ്മൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ മൂന്നോട്ടം പറഞ്ഞിട്ട് പിന്നെ സമയമുണ്ടോ ഇതിങ്ങനെ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഇനി ഫർളിൽ ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മൾ എത്രയാണ് സുന്നത്ത് നിസ്കരിക്കാറുള്ളത്? റവാത്തിബ് സുന്നത്തുകൾ തന്നെ എത്രയോ ഇല്ലേ? മഗ്രിബിന്റെയും ഇശാ അസറിന്റെയും ഒക്കെ മുമ്പും നമുക്ക് നിസ്കരിക്കാലോ, ഏത് ബാങ്ക് ഇഖാമത്തിനിടയിലും നിസ്കരിക്കാലോ. ളുഹാ നമസ്കാരമുണ്ടല്ലോ, രാത്രി നമസ്കാരങ്ങളുണ്ടല്ലോ. ഇങ്ങനെ ഏതൊക്കെ നിസ്കാരങ്ങളുണ്ട്. ആ നിസ്കാരത്തിലൊക്കെ നമ്മളതിന് സുന്നത്ത് നിസ്കരിക്കാൻ എന്നിട്ട് വേഗാണ്ട് ഒഴിവാകണ്ട. സുജൂദിൽ അവസരം കിട്ടുമ്പോൾ നല്ലോണം മെനക്കെട്ട് ചോദിച്ചോളൂ. ഒക്കെ സുജൂദിൽ നമ്മൾ അധികരിപ്പിക്കുക. അപ്പൊ ഈ ദുആയും വളരെ കനപ്പെട്ട അമൂല്യമായ പ്രാർത്ഥനയാണ്, മറക്കാതിരിക്കുക.